ഹലോ, എന്തല്ല കാക്കുകാസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് രസകരമായ അനുഭവങ്ങൾ, കിസ്സകൾ, കഥകൾ, അഭിമുഖങ്ങളൊക്കെയാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോഡ്കാസ്റ്റിംഗ് ആപ്പിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒറിജിനലെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാക്കുന്ന ഒരാളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിപ്പോൾ എന്താ ഇങ്ങനൊരു കഥ, അങ്ങനെ ആയിരിക്കും നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് എന്ന് പറയാം. ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാറുണ്ട്. എന്താണെന്നല്ലേ, സിനിമയിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു വിഭാഗമുണ്ട്. അവർ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കുന്ന വീടുകളും കെട്ടിടങ്ങളും ശരിക്കുള്ളതാണെന്ന് നമ്മളെ വിശ്വസിപ്പിച്ച് കളയും. അത്രയ്ക്കും പെർഫെക്ഷൻ ആയിരിക്കും അവർ ചെയ്യുന്ന ഓരോരോ സെറ്റ് വർക്കും. ഇന്ന് നമ്മുടെ അതിഥി മലയാള സിനിമയിലെ ഒരു അറിയപ്പെടുന്ന ആർട്ട് ഡയറക്ടറാണ് മോഹൻദാസ്. പെട്ടെന്ന് മോഹൻദാസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പം നിങ്ങൾക്ക് അറിയാൻ സാധ്യത കുറവായിരിക്കും. പക്ഷേ പുള്ളി ചെയ്ത കുറച്ച് സിനിമകൾ പറയാം. ലൂസിഫർ, അയ്യപ്പനും കോശിയും, ടിയാൻ, ഒപ്പം, മാമാങ്കം, അപ്പ് ആൻഡ് ഡൗൺ, മുകളിൽ ഒരാളുണ്ട്. എന്നാൽ പിന്നെ തുടങ്ങല്ലേ മോഹൻദാസുമായുള്ള ഇൻ്റർവ്യൂ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. മോഹൻദാസ്, വെൽക്കം ടു കാക്കുകാസ്റ്റ്. മോഹൻദാസ്, ആദ്യം ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ, ആർട്ട് ഡയറക്ഷൻ എന്നുള്ളൊരു മേഖല എങ്ങനെയാണ്, ഹൗ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട് ചെയ്തത്? എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്ന, ഇപ്പോൾ പ്രൊഡ്യൂസറാണ് പുള്ളി. ഞാൻ പ്രകാശൻ, ജോമന്റെ സുവിശേഷം എന്ന് പറഞ്ഞ 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രൊഡ്യൂസറാണ്. നേരത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നില്ല. പുള്ളിയുടെ എന്റെ നൈബറാണ് പുള്ളി. പുള്ളിയുടെ നാട്ടിൽ നമ്മൾ ചെറിയ കലാവിരുദ്ധകളും കാര്യങ്ങളും വെഡിങ് പരിപാടികളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് പുള്ളി നമ്മളെ സിനിമയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലേക്കാണ് ഫസ്റ്റ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. 2000-ലാണ് കൊച്ചു സന്തോഷം എന്ന് പറഞ്ഞ സിനിമയിൽ എത്തുന്നത്. അവിടെ തുടങ്ങി നമ്മളിപ്പം ഒത്തിരി സിനിമകൾ അസിസ്റ്റന്റായിട്ടും അസോസിയേറ്റ് ആയിട്ടും പിന്നെ ഇപ്പോൾ ഡയറക്ടർ, പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടും നമ്മൾ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്ത്. ഒരു ആർട്ട് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ ഒരു സിനിമന്റെ ഏത് ഘട്ടത്തിലാണ് അവർ ഇൻവോൾവ് ആവുക? ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ്, ആ സ്ക്രിപ്റ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം വേണ്ട മേഖലയിൽ വരുന്ന ആൾക്കാരാണ് ക്യാമറമാനും പ്രൊഡക്ഷൻ ഡിസൈനറും. അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ വന്നതിന് ശേഷം പ്രൊഡക്ഷൻ ഡിസൈനറാണ് നമ്മൾ ഈ ലൊക്കേഷൻ കാണുന്ന പരിപാടിയും കാര്യങ്ങളെല്ലാം ആ സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അത് സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അത് ആക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിന് സപ്പോർട്ടായ രീതിയിൽ ആക്കിയെടുക്കുക എന്നുള്ള ആദ്യ മേഖലകൾ മൊത്തം സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പുള്ള എല്ലാവിധ ഒരു പ്രൊഡക്ഷൻ ഡിസൈനറെ അപേക്ഷിച്ചിരിക്കും. ഇപ്പം ഒരു പീരിയോഡ് സിനിമയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നോർമലുള്ള സിനിമയാണെന്നുണ്ടെങ്കിലും, പീരിയോഡ് എന്ന് പറഞ്ഞാൽ പല രീതികളിലുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഇപ്പം കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകളിൽ പലതും പീരിയോഡ് ആയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പൊ നമ്മളിപ്പോ അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രീ പ്രൊഡക്ഷൻ ഇപ്പൊ നമ്മൾ കൊറോണ സമയത്തും നമ്മളിരുന്ന് പടങ്ങൾ, കമ്മിറ്റ് ചെയ്ത പടങ്ങളുടെ പ്രീ പ്രൊഡക്ഷൻ പീരിയഡുകൾ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അതിന് പലതും ഇപ്പം ഇനി തുടങ്ങാൻ വേണ്ടി പോകുന്നു. പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ കുറെ ഉണ്ട് സിനിമയ്ക്ക്. ഒരു സിനിമ പ്രത്യേകിച്ച് പീരിയോഡിക് സിനിമകളാവുമ്പോൾ ഒരുപാട് നമുക്ക് ആ കാലഘട്ടത്തിലുള്ള ഓരോ പ്രോപ്പർട്ടീസുകളും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അവസ്ഥകൾ എന്തായിരുന്നു, ആ സമയത്ത് ഉള്ളതെന്താണ്, ഇല്ലാത്തതെന്താണ്, ഇന്ന് അവിടെ ഉള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ പറ്റുമോ, കളേഴ്സ്, കാര്യങ്ങൾ, അങ്ങനെ പലതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടായിട്ടുണ്ട്. ഒരു സിനിമയുടെ പ്രീ പ്ലാനിങ് സമയം മുതലുള്ള ഒരാളാണ് ഒരു മെയിൻ ഡിപ്പാർട്ട്മെന്റാണ് പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ ഈ കൊറോണ സമയത്ത് നിങ്ങൾ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കൊറോണ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം എങ്ങനായിരിക്കും നിങ്ങളെ മേഖല, അതിൻ്റെ വർക്കിംഗ് എങ്ങനായിരിക്കും അതിനെ എഫക്റ്റ് ചെയ്യുക? എങ്ങനെയാണ് ഇപ്പം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം ആ സമയങ്ങളിൽ മൊത്തം നമ്മൾ വീട്ടിലിരിക്കുക തന്നെയായിരുന്നു. നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ കുറെ സ്ക്രിപ്റ്റുകൾ വായിക്കും, കുറെ ഇരുന്ന് സിനിമകൾ കണ്ടു വീട്ടിലിരുന്നിട്ട്. പിന്നെ നമ്മൾ ഫാമിലിയോടൊത്ത് കുറെ ദിവസങ്ങൾ ചെലവഴിക്കാൻ പറ്റി എന്നുള്ളത് വേറൊരു വലിയ കാര്യം തന്നെയാണ്. കൊറോണ സമയത്ത് ഫാമിലിയായിട്ട് കുറെ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കാര്യം വലിയ തന്നെയാണ്. പിന്നെ ഒരുപാട് സിനിമകൾ കണ്ടു. നമ്മൾക്ക് ഒരുപാട് സിനിമകൾ കാണാമെന്ന് ആഗ്രഹിച്ചിരുന്ന സിനിമകളെല്ലാം ഇപ്പൊ കാണാനുള്ള ഒരുപാട് ഇപ്പം നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും അങ്ങനെ യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഒരുപാട് സിനിമകൾ കാണാൻ പറ്റി. പിന്നെ ഒരുപാട് സുഹൃത്തുക്കളുടെ അടുത്ത് സിനിമകൾ കളക്ട് ചെയ്ത് അതേന്ന് കാണാൻ പറ്റിയത് ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരുപാട് സുഹൃത്തുക്കളുടെ സ്ക്രിപ്റ്റുകൾ നമ്മൾ എത്തിച്ചേരുകയും നമ്മൾ ചെയ്യേണ്ട സിനിമകളുടെയും അല്ലാതെ അവർ ചെയ്യുന്ന സിനിമകളുടെ അഭിപ്രായങ്ങൾ അറിയാനുള്ള സ്ക്രിപ്റ്റിന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എങ്ങനെ കൊള്ളാവുന്ന സിനിമയോ അത് എടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലെത്താനും ഒക്കെ നമ്മൾ കുറെ സ്ക്രിപ്റ്റുകൾ ചർച്ച ചെയ്യുകയും സ്ക്രിപ്റ്റ് കേൾക്കുകയും അതിനിടയ്ക്ക് നമ്മൾ പല പല യാത്രകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളും അതിനിടയ്ക്ക് ഒരു സിനിമ നമ്മൾ ചെയ്യുകയും ചെയ്തു. ഒരു
സെപ്റ്റംബർ ഒക്ടോബറിൽ ഒരു സിനിമ ഞാൻ ജൂഡ് ആന്റണിയും സാറാസ് എന്ന് പറഞ്ഞ ഒരു സിനിമ നമ്മൾ ചെറിയൊരു സിനിമ ചെയ്തായിരുന്നു. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള സിനിമകളുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന, ലൊക്കേഷൻ കണ്ടുകൾ നടന്നു തുടങ്ങി. പിന്നെ ഇപ്പം എല്ലാം ലൈവായി തുടങ്ങിയല്ലോ കാര്യങ്ങൾ. നിങ്ങളെ ഇതുവരെ ആയിട്ടും ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രോജക്റ്റ് എന്താണ് ഇതുവരെ നിങ്ങൾ ഏറ്റെടുത്തതിൽ വെച്ചിട്ട്? എല്ലാ സിനിമയും ചലഞ്ചിങ് തന്നെയാണ്. എന്താ കരുതുന്നതിൽ ഒരു വലിയ സിനിമകൾ എന്ന് പറയാൻ ഇപ്പം മാമാങ്കം, ലൂസിഫർ, ടിയാൻ, ഒപ്പം ഒക്കെ വലിയ വലിയ സിനിമകളാണ്. അതായത് ചലഞ്ചിങ് എന്ന് പറയുന്നത് ഇപ്പം മാമാങ്കം കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു. പക്ഷെ അതൊരു നമുക്കൊരു ഭയങ്കര പ്രീ പ്രൊഡക്ഷൻ പരിപാടിക്കൊന്നും അധികം സമയം എടുത്തിട്ട് ചെയ്ത സിനിമയല്ലായിരുന്നു. അതിനാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലായിരുന്നു സിനിമ. പിന്നുള്ള സിനിമകൾ എല്ലാ സിനിമകളും ചലഞ്ചിങ് തന്നെയാണ്. നമുക്ക് അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് അന്വേഷിക്കലും കണ്ടെത്തലും പരിപാടിയും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായ രീതിയിലുള്ള ക്യാരക്ടർ അനുയോജ്യമായ രീതിയിൽ ആ ഒരു ലൊക്കേഷൻ ആക്കി എടുക്കുമ്പോൾ അവിടേക്ക് വേണ്ടുന്ന സാധനങ്ങൾ അന്വേഷിക്കുക, അതിന് പറ്റിയ രീതിയിൽ അത് ആക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് തന്നെയാണത്. അത് ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും പീരിയഡ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ കറണ്ട് ആയിട്ടുള്ള സിനിമകളാണെന്നുണ്ടെങ്കിലും ഒക്കെ അതിൻ്റെയാണ് അവസ്ഥ. നിങ്ങൾ പ്രോപ്പർട്ടീസിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പം ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഇപ്പോൾ ഒരു സിനിമയിൽ നമ്മൾ കാണുന്ന പ്രോപ്പർട്ടീസ് എല്ലാം ഇത് കുറേയൊക്കെ റിയൽ സാധനങ്ങളായിരിക്കും, കുറേയൊക്കെ നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത സാധനങ്ങളായിരിക്കും. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ യൂസായിട്ട് വരാറുണ്ടോ ഈ പ്രോപ്പർട്ടീസ്? കുറേ കോമൺ ആയിട്ടുള്ള സംഭവം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഉണ്ടാക്കി വെക്കലാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം? അല്ല നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്യലാണോ? സിനിമയെ അപേക്ഷിച്ചിരിക്കും, സിനിമയുടെ സ്ക്രിപ്റ്റിനെ അപേക്ഷിച്ചിരിക്കും, സിനിമയുടെ കഥയെ അപേക്ഷിച്ചിരിക്കും നമ്മൾ പ്രോപ്പർട്ടീസ് കസ്റ്റമൈസ് ചെയ്യുന്ന ഒരവസ്ഥ. അതിനാൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യും, അവൈലബിൾ അല്ലാത്ത സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും പിന്നെ അധികം ഞാൻ ചെയ്യുന്ന ഇപ്പൊ അധികം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊള്ളുന്ന സിനിമ സാധനങ്ങൾ പ്രോപ്പർട്ടീസ് അതേമാതിരി അധികം ഉപയോഗിക്കാറില്ല. നമ്മളത് എന്തെങ്കിലും പല ആളുകളും തുറന്ന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടേ നമ്മളത് പ്രോപ്പർട്ടിയായിട്ട് ഉപയോഗിക്കാറില്ല. എന്തൊരു ഒരു ബാഗ് ആണെങ്കിൽ കൂടെ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ തന്നെ അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട് അതിനകത്ത്. വർക്കായി മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, നമ്മളൊരു ടച്ച് കൊടുക്കും, വർക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കും. അതെ, തീർച്ചയായിട്ടും. അത് ശരി. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന പഴയ ആ ടി വി നമ്മൾ പണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നു. മിക്കവാറും ഞാൻ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്താൽ വേറെ ഏതെങ്കിലും ഒരു സിനിമയിൽ എനിക്കത് കാണാൻ പറ്റുമായിരിക്കും അല്ലേ? കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പം നമ്മളിപ്പോൾ പല സിനിമയ്ക്കും പ്രോപ്പർട്ടീസ് പഴയ കാലഘട്ടത്തിലുള്ള പ്രോപ്പർട്ടീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിന് അനുയോജ്യമായ സാധനമാണെങ്കിൽ നമ്മൾ തീർച്ചയായും അടുത്ത സിനിമകൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾ അക്വയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? ഒരു ഭാവി കണ്ടിട്ട് ഒരു അങ്ങനത്തെ ഒരു നല്ലൊരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. എന്റെ കയ്യിൽ എന്റെ ഗോഡൌണിൽ നല്ലൊരു കളക്ഷൻ ഉണ്ട്. പക്ഷേ കുറെ ഇപ്പം നമ്മളവിടെ ആലുവയിലായിരുന്നു നമ്മുടെ ഗോഡൌണായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ ഒത്തിരി സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ നമ്മുടെ 2018 വെള്ളപ്പൊക്കം നമ്മളെ ഭയങ്കരമായിട്ട് ബാധിച്ചു. ഒരുപാട് പ്രോപ്പർട്ടീസ്, ഒരുപാട് പഴയ ബുക്സുകള്, റേഡിയോകള്, TV, പിന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ്. അതിൽ ബുക്സ്, കലണ്ടറുകള്, പിന്നെ ഫോട്ടോസുകള്, നമുക്ക് ഒരിക്കലും ഇനി കിട്ടാത്ത ഇല്ലന്റുകള്, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നമുക്ക് റയർ ആയിട്ടുള്ള സാധനങ്ങൾ മഴയത്ത് ഭയങ്കര നഷ്ടപ്പെട്ടു പോയി. ഓരോന്നിലും നമ്മൾ ഓരോ സിനിമയ്ക്ക് വേണ്ടി വീണ്ടും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഗൂഗിളിൽ പോലും അവൈലബിൾ ഉള്ള സാധനങ്ങൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. പല നോട്ടുകള്, ചില്ലറ പൈസകള്, നാണയങ്ങള്, അങ്ങനെ പല പല സാധനങ്ങളുണ്ടായിരുന്നു. അതില് ഒട്ടുമിക്ക സാധനങ്ങളും നല്ലൊരു എന്താ പറയാ 80% സാധനങ്ങൾ മിസ്സായി ഈസിലി വെള്ളത്തിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതായത് പഴയ പേപ്പറുകളൊക്കെ കൈകൊണ്ട് പോലും തൊടാൻ പറ്റാത്ത രീതിയിലുള്ള പേപ്പറുകൾ ഉണ്ടായിരുന്നു. പേപ്പറൊന്നും നമുക്ക് തൊണ്ട പൊടിഞ്ഞു പോകായിരുന്നു. അതത്രയും നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പഴയ കലണ്ടറുകള്, പഴയ ന്യൂസ് പേപ്പറുകള്, വളരെയധികം ന്യൂസ് പേപ്പറുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. അത് ശരി. പഴയ ന്യൂസ് പേപ്പേഴ്സിന് അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. ഇപ്പോൾ ഓരോരോ കാലികമായിട്ടുള്ള ഒരു പ്രസക്തിയുള്ള കഥ ആണെങ്കിൽ ആ പഴയ ന്യൂസ് പേപ്പേഴ്സ് നിങ്ങൾ ഒറിജിനൽ ആസെറ്റ്സ് നിങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് ഒരു റെഫറൻസിനായിട്ടെങ്കിലും ഉപയോഗിക്കാം. തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാൻ പറ്റും. ഇതിലിപ്പോ 1-2 സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ അധികം നമ്മൾ ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അത് സ്കാൻ ചെയ്ത് നമ്മൾ അത് റീവർക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മുടെ മെയിലിലേക്ക് മാറ്റിയതുകൊണ്ട് അങ്ങനത്തെ പല സാധനങ്ങളും നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നല്ല ഒരു സാധനങ്ങൾ ഒറിജിനലായിട്ട് കുറെ സാധനങ്ങൾ മിസ്സായി പോയത് അതൊരിക്കലും ഇനി ആർക്ക് കിട്ടില്ല. അങ്ങനത്തെ സാധനങ്ങളാണ് വളരെ റെയർ ആയിട്ട് നമുക്ക് കുഴിച്ച സാധനങ്ങൾ. 21 വർഷമായല്ലോ ഈ മേഖലയിൽ. ഈ 21 വർഷത്തിൽ ഇപ്പം നിങ്ങൾ ഒരു 20 വർഷം മുമ്പേ ഈ ഒരു സമയമായിട്ടുള്ള
മേജർ മാറ്റങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ വന്നത്? നിങ്ങളെ ജോലി ഇപ്പം ഗൂഗിളും ഇതൊക്കെ കാരണം കുറേ ജോലി എളുപ്പമായിട്ടുണ്ടാവും. അല്ലാതെ വേറെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അന്നും ഇന്നും തമ്മിൽ അത് നിങ്ങൾ ഭയങ്കരമായിട്ട് വ്യത്യാസം തോന്നിയിട്ടില്ല. നമ്മൾ നേരത്തെ സിനിമയ്ക്ക് മറ്റേ മിനിയേച്ചർ എന്ന് പറഞ്ഞ ഒരു മേഖലയുടെ ഒരു ഏരിയ നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് നമ്മൾ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് പറയുന്നുണ്ട്. അധികം മിനിയേച്ചറിന്റെ ഒരു പരിപാടി. ഇപ്പൊ നമ്മൾ ജൂഡാൻഡിന്റെ തന്നെ ഒരു മറ്റേ വെള്ളപ്പൊക്കത്തെ ബേസ് ചെയ്തിട്ടൊരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ സിനിമയില് അധികം മിനിയേച്ചർ വെച്ചിട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു മീറ്റിങ്ങുകളും ഡിസ്കഷനും ഗ്രാഫിക്സ് ആയിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഇപ്പൊ മിനിയേച്ചർ അന്ന് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ആ സമയങ്ങളിൽ നമ്മളെ ഫോട്ടോ മൗണ്ടും പരിപാടിയൊക്കെ വെച്ചിട്ടായിരുന്നു മിനിയേച്ചറുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഒരുപാട് മെറ്റീരിയലുകൾ അവൈലബിൾ ആണ്, ഒരുപാട് റെഫറൻസുകൾ അവൈലബിൾ ആണ്, ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മളുടെ ഈ ഒരു സിനിമ എന്നല്ല ഇപ്പോഴത്തെ ഇതിൽ ഒരുപാട് പല രീതിയിലും വർക്കുകൾ ഈസി ആയല്ലോ, പല രീതിയിലും. നമ്മള് സ്വന്തമായിട്ട് കൈകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന പല പരിപാടികളിലും നമ്മൾ മെഷീനറീസിലൂടെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിലും പല രീതിയിലുള്ള. അപ്പൊ അതുകൊണ്ട് വർക്ക് ഈസിയാണ്. പിന്നെ നമ്മളുടേതായുള്ള ധാരണകളും ചിന്തകളും മസ്റ്റായിട്ടും വേണം. അതെല്ലാ മേഖലയ്ക്കും വേണമല്ലോ. നമ്മൾ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലും സിനിമയാണെന്നുണ്ടെങ്കിലും അപ്പൊ അത് മാത്രം ഉണ്ടായാൽ മതി. നമ്മൾ തയ്യാറാവുക എന്നുള്ളൊരു സാധനമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വേണ്ടത്. ബാക്കി നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്തും. സിനിമയുടെ അവസ്ഥയും എങ്ങനെയാണ് ഒരാൾക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ എന്ത് സ്കിൽ സെറ്റ്സ് ആണ് നമുക്ക് ആവശ്യം? ഒന്ന്, പിന്നെ ഇതിനായിട്ട് ഇപ്പം എന്തെങ്കിലും കോഴ്സസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അറിവിൽ? ഇപ്പൊ ഒരുപാട്, അതായത് ഇപ്പൊ എന്ത് കോഴ്സിന് നമ്മൾ പോകുന്നതിന് മുൻപായിട്ട് നമ്മളുടെ തീരുമാനമാണ് നമ്മൾ ഇന്ന ഒരു ജോലി സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ആർട്ട് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിലും സിനിമ ഡയറക്ഷൻ, ഫിലിം ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിലും സിനിമാഗ്രാഫർ ആണെന്നുണ്ടെങ്കിലും കോസ്റ്റ്യൂം, അത് അവരുടെ ടേസ്റ്റിനനുസരിച്ചിരിക്കും. അവർക്ക് താല്പര്യപ്പെടുന്ന. ഇപ്പൊ ഞാൻ സിനിമയിൽ വരുന്നത് എനിക്ക് മറ്റേ നാട്ടിലൊക്കെ അത്യാവശ്യം ഡെക്കറേഷൻ പരിപാടികളും മറ്റേ ബുറെഴുത്തുമ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാൾ എന്നെ കൊണ്ടുവന്നാണ്. ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് ആണ് ഞാൻ ബാംഗ്ലൂർ പഠിച്ചത്. പക്ഷേ നമുക്കത് അതിലായിരുന്നു നമ്മൾ അത് അത്രയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇങ്ങനെ അപ്പോഴേക്കും നമ്മള് സിനിമയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം പുള്ളിയെ മനസ്സിലാക്കുകയും നമ്മളെ തിരിച്ചു കൊണ്ടുപോവുകയും പിന്നെ നമ്മളുടെ ഒരു ശ്രമകരമായിട്ടുള്ള അവസ്ഥ തന്നെയായിരുന്നു അത്. അവിടുന്ന് നമ്മള് ഓരോ സിനിമകളിൽ പിന്നെ ഓരോ ആർട്ട് ഡയറക്ടേഴ്സിന്റെ കൂടെ മാറി നമ്മൾ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ സിനിമ പഠിക്കുന്നു, എന്താണ് ആർട്ട് ഡയറക്ഷൻ. അതിൽ നിന്ന് നമ്മൾ ചേഞ്ച് ആയി നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി ഒത്തിരി സിനിമകൾ നമ്മൾ ചെയ്തു. ഇപ്പോഴും സിനിമ ഇപ്പോഴും ആർട്ട് ഡയറക്ഷൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ തീരുമാനമാണ് നമ്മൾ എന്താവണം, എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ തീരുമാനമാണ്. അത് തന്നെയാണ് ഓരോ ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. അവരുടെ തീരുമാനം തന്നെയാണ് അത് എന്ത് ചെയ്യണം. അല്ലാതെ നമുക്ക് നീ പോയി ആർട്ട് ഡയറക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ നീ പോയി സിനിമ ഡയറക്ട് ചെയ്യുക എന്ന് പറഞ്ഞു വിടാൻ അങ്ങനെ ആരുമില്ല. അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് വിട്ടാൽ പോലും അവനായിക്കൊള്ളണമെന്നും ഇല്ല. അവന്റെ സ്കിൽ എന്താണോ അതിലെന്താണോ അവനെ ചെയ്യുന്നത്, അവൻ എന്താണ് എത്തുന്നത് എന്നുള്ളത് അവൻ തന്നെ തീരുമാനിക്കണം. അല്ലെ, ഏതൊരു വ്യക്തിയും. അപ്പം ഓരോ വ്യക്തികളുടെ തീരുമാനമാണ് എന്താവണമെന്ന്. അത് പ്രൊഡക്ഷൻ ഡിസൈനർ ആയാലും ഡയറക്ടർ ആയാലും ബിസിനസ്മാൻ ആയാലും ഡ്രൈവർ ആണെങ്കിലും പൈലറ്റ് ആണെങ്കിലും അവരുടെ തീരുമാനമാണത്. പിന്നെ സിനിമയുടെ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്നോ അല്ല ആലോചനയിലുണ്ടോ? അത് തൽക്കാലം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഭാവി കാര്യങ്ങളല്ലേ, അത് നടക്കില്ലെന്ന് അറിയത്തില്ലല്ലോ. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയില് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അത് എത്തുമ്പോഴത്തെ അത്രേ ഉള്ളൂ. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല നമ്മളിപ്പോ എന്തെങ്കിലും സിനിമയിൽ കലാസംവിധാനം കണ്ടിന്യൂ ചെയ്യാൻ തന്നെ, പ്രൊഡക്ഷൻ ഡിസൈനിങ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനങ്ങൾ. പിന്നീട് എന്താവുന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തകൾ ഉണ്ട്, പക്ഷെ എന്താവുന്നുള്ളത് എനിക്കറിയില്ല. ശ്രമങ്ങൾ തുടരും. ഓക്കെ, നിങ്ങൾ ഇതുവരെ ആയിട്ടും നിങ്ങൾ കണ്ട സിനിമയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രൊഡക്ഷൻ വാല്യൂസ് ഉള്ളൊരു സിനിമ, അതായത് അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പെർട്ടിക്കുലർ മൂവി നമ്മളിപ്പം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഏതായിരിക്കും അത്? മലയാളത്തില് ഇപ്പം പഴയ എന്താ പറയാ, ഇപ്പൊ വടക്കൻ വീരകഥ, വൈശാലി ഒക്കെ അന്ന് അത്രയും ഇന്ന് ഇപ്പൊ അത്തരം ഒരു സിനിമ ചെയ്യാൻ ഈസിയാണ്. അന്ന് അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഒരുപാട് ഇപ്പം ഓരോ സാധനങ്ങള് മാനുഫാക്ചർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മാതിരി അത്രയും സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത്തരം സിനിമകളെ കാണുമ്പോൾ നമുക്ക് ഒരു
എന്താ ഒരു ഭയങ്കരമായിട്ട് വേറൊരു ഫീൽ ഉണ്ടായിട്ടുണ്ട് ആ സിനിമകൾ. അന്ന് വർക്ക് ചെയ്തിരുന്ന അത്രയും അവര് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല. ഇന്നിപ്പോ ഒരുപാട് മേഖലകൾ ഉണ്ട് സിനിമയിൽ, ഒരുപാട് മേഖലയുള്ള ഇപ്പം നമുക്ക് എന്തും ഈസിയാണ്. അന്ന് അത്രയും ആ സമയങ്ങളിൽ അത്തരം സിനിമകൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് പഴയ സിനിമകൾ, ഒരുപാട് സിനിമകളുണ്ട്, ഒരുപാട് പഴയ സിനിമകൾ കാണുമ്പോൾ നമുക്ക് അതിന്റെ ഒരു അത് വന്നിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് തീർച്ചയായിട്ടും പഴയ പടങ്ങൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതെല്ലാവർക്കും തോന്നാൻ ഇതിലെന്താ, ഇപ്പം ടെക്നീഷ്യൻ ആണെങ്കിലും അല്ലെങ്കിലും തോന്നാം. എന്താ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളിൽ അന്ന് ആ സമയങ്ങളിൽ അങ്ങനെ എത്ര അതുമാതിരി ബഡ്ജറ്റും കാര്യങ്ങളും ഇന്ന്. അപ്പൊ അതിന്റെ ഒരുപാട് പഴയ സിനിമകളിൽ നമുക്ക് അത്ര ഫീലുകൾ ഉണ്ടായിട്ടുള്ള സിനിമകൾ ഒരുപാടുണ്ട്. അതെ അതെ, ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയും നേരം കാക്കു കാസ്റ്റിൽ വന്ന് നമ്മളോട് ഈ വിശേഷങ്ങളൊന്നും പങ്കുവെച്ചതിന് താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ് എല്ലാ പരിപാടിക്കും. Okay, thank you very much, Mohandas. Thank you. Okay. Thank you, sir. Okay, bye. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക. നിങ്ങൾ കേൾക്കുന്ന പോഡ്കാസ്റ്റ് ആപ്പിൽ റേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ റേറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഇമെയിലോ വഴി അറിയിക്കുക. ആങ്കർ ആപ്പ് യൂസ് ചെയ്യുന്നവർ വോയിസ് മെസ്സേജ് അയക്കുക. ഇമെയിൽ ID kakucasts@gmail.com, kakucasts@gmail.com. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കാക്കുകാസ്റ്റ്സ്. വീണ്ടും ഒരു എപ്പിസോഡുമായി വരുന്നവരെ, ദിസ് ഇസ് ഷഹീൻ സിദ്ദീഖ് സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ ലിസണിങ്. ടേക്ക് കെയർ, സ്റ്റേ സേഫ്. മഅസ്സലാമ.